ക്വസ്റ്റ്യൻ: പല്ലിൻ്റെ ഏതു ഭാഗത്താണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത്? പല്ലിൻ്റെ ഏതു ഭാഗത്താണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത്? ഓപ്ഷൻസ്: എ ഡെൻറ്റൈൻ, ഓപ്ഷൻ ബി പൾപ്പ് ക്യാവിറ്റി, ഓപ്ഷൻ സി സിമൻറ്റ്, ഓപ്ഷൻ ഡി ദന്തമകുടം. ആൻസർ ഓപ്ഷൻ ബി പൾപ്പ് ക്യാവിറ്റി. ഇതുമായി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഡെൻറ്റൈൻ. ഡെൻറ്റൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥമാണ് ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥമാണ് ഇനാമൽ. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്ന ഡെൻറ്റൈൻ്റെ ഉൾഭാഗം അറിയപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റി എന്നാണ്. അപ്പോൾ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഡെൻറ്റൈൻ. ഡെൻറ്റൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥമാണ് ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥമാണ് ഇനാമൽ. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്ന ഡെൻറ്റൈൻ്റെ ഉൾഭാഗം അറിയപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റി എന്നാണ്. മോണയ്ക്കുള്ളിലെ പല്ലിൻ്റെ ഭാഗം ദന്തമൂലം. മോണയ്ക്കു പുറത്തു കാണുന്ന പല്ലിൻ്റെ ഭാഗം ദന്തമകുടം. മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. പല്ലിനെയും പല്ലിൻ്റെ ഘടനയെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒഡോന്റോളജി. ദന്തക്രമീകരണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർത്തോഡോന്റോളജി. അപ്പോൾ മോണയ്ക്കുള്ളിലെ പല്ലിൻ്റെ ഭാഗം ദന്തമൂലം, മോണയ്ക്ക് പുറത്തു കാണുന്ന പല്ലിൻ്റെ ഭാഗം ദന്തമകുടം. മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. പല്ലിനെയും പല്ലിൻ്റെ ഘടനയെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒഡോന്റോളജി. ദന്തക്രമീകരണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർത്തോഡോന്റോളജി. അടുത്ത ക്വസ്റ്റ്യൻ: ആയുർവേദത്തിൽ വിഷൂജിക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: എ മഞ്ഞപ്പിത്തം, ഓപ്ഷൻ ബി കുഷ്ഠം, ഓപ്ഷൻ സി മലമ്പനി, ഓപ്ഷൻ ഡി കോളറ. ആൻസർ ഓപ്ഷൻ ഡി കോളറ. രോഗവിശേഷണങ്ങൾ നോക്കാം. പിള്ളവാതം പോളിയോ എന്നറിയപ്പെടുന്നു. കോക്ക് ഡിസീസ് ക്ഷയം. ക്രിസ്മസ് രോഗം ഹീമോഫീലിയ. അഞ്ചാം പനി മീസിൽസ്. കർഷകരുടെ രോഗം എലിപ്പനി. റിവറൈൻ കോളറ. ലോക്ജ ടെറ്റനസ്. ചതുപ്പ് രോഗം മലമ്പനി. പിള്ളവാതം പോളിയോ, കോക്ക് ഡിസീസ് ക്ഷയം, ക്രിസ്മസ് രോഗം ഹീമോഫീലിയ, അഞ്ചാം പനി മീസിൽസ്, കർഷകരുടെ രോഗം എലിപ്പനി, റിവറൈൻ കോളറ, ലോക്ജ ടെറ്റനസ്, ചതുപ്പ് രോഗം മലമ്പനി. ക്വസ്റ്റ്യൻ: ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് കാണപ്പെടുന്നത് എവിടെ? ഓപ്ഷൻസ്: എ കൈമുട്ട്, ഓപ്ഷൻ ബി കാൽമുട്ട്, ഓപ്ഷൻ സി തലയോട്, ഓപ്ഷൻ ഡി തോളെല്ല്. ആൻസർ ഓപ്ഷൻ ഡി തോളെല്ല്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നോക്കാം. സന്ധികൾ. ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികളാണ് വിജാഗിരി സന്ധി. ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികളാണ് വിജാഗിരി സന്ധി. ഉദാഹരണം: കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധിയാണ് ഗോളരസന്ധി. ഉദാഹരണം: തോളെല്ല്, ഇടുപ്പല്ല്. അപ്പോൾ ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികളാണ് വിജാഗിരി സന്ധി. ഉദാഹരണം: കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ തുടങ്ങിയവ. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധിയാണ് ഗോളരസന്ധി. ഉദാഹരണം: തോളെല്ല്, ഇടുപ്പല്ല് തുടങ്ങിയവ. അതുപോലെ രണ്ടക്ഷങ്ങൾക്ക് ചുറ്റും മാത്രം ചലനം സാധ്യമാക്കുന്ന സന്ധിയാണ് കോണീയ സന്ധി. ഉദാഹരണം: മണിബന്ധം. രണ്ടക്ഷങ്ങൾക്ക് ചുറ്റും മാത്രം ചലനം സാധ്യമാക്കുന്ന സന്ധിയാണ് കോണീയ സന്ധി. ഉദാഹരണം: മണിബന്ധം. അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്ന സന്ധികളാണ് കീലസന്ധി. അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്ന സന്ധികളാണ് കീലസന്ധി. ഉദാഹരണം: നട്ടെല്ലിന് മുകളിൽ തലയോട് തിരിയുന്നത്. അതുപോലെ ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്നവയാണ് തെന്നുന്ന സന്ധി. ഉദാഹരണം: കൈക്കുഴ, കാൽക്കുഴ. ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്നവയാണ് തെന്നുന്ന സന്ധി. ഉദാഹരണം: കൈക്കുഴ, കാൽക്കുഴ. ക്വസ്റ്റ്യൻ: ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: എ ശ്വേതരക്താണുക്കൾ, ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റുകൾ, ഓപ്ഷൻ സി അരുണരക്താണുക്കൾ, ഓപ്ഷൻ ഡി പ്രോട്ടീനുകൾ.
ആൻസർ ഓപ്ഷൻ എ ശ്വേതരക്താണുക്കൾ. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ശ്വേതരക്താണുക്കൾ 5 തരത്തിലുണ്ട്. 1 ന്യൂട്രോഫിൽസ്, 2 മോണോസൈറ്റ്സ്, 3 ബേസോഫിൽസ്, 4 ഈസ്നോഫിൽസ്, 5 ലിംഫോസൈറ്റ്സ്. 1 ന്യൂട്രോഫിൽസ്, 2 മോണോസൈറ്റ്സ്, 3 ബേസോഫിൽസ്, 4 ഈസ്നോഫിൽസ്, 5 ലിംഫോസൈറ്റ്സ്. HIV എയ്ഡ്സ് വൈറസുകൾ ആക്രമിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ്. HIV ആക്രമിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ്. പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന WBC എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ്. പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന WBC ന്യൂട്രോഫിൽസ്. ഏറ്റവും കൂടുതലുള്ള ശ്വേതരക്താണുക്കൾ ന്യൂട്രോഫിൽസ്. ഏറ്റവും കുറവുള്ള ശ്വേതരക്താണുക്കൾ ബേസോഫിൽസ്. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന WBC ഈസ്നോഫിൽസ്. അപ്പോൾ പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന WBC ന്യൂട്രോഫിൽസ്. ഏറ്റവും കൂടുതലുള്ള ശ്വേതരക്താണുക്കൾ ന്യൂട്രോഫിൽസ്. ഏറ്റവും കുറവുള്ള ശ്വേതരക്താണുക്കൾ ബേസോഫിൽസ്. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന WBC ഈസ്നോഫിൽസ്. ക്വസ്റ്റ്യൻ: ചാരനിറത്തോടു കൂടിയ മസ്തിഷ്കത്തിൻ്റെ ഉപരിതല ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: എ ഗ്രേ മാറ്റർ, ഓപ്ഷൻ ബി വൈറ്റ് മാറ്റർ, ഓപ്ഷൻ സി അരക്നോയിഡ് സ്തരം, ഓപ്ഷൻ ഡി മെനിഞ്ചസ്. ആൻസർ ഓപ്ഷൻ എ ഗ്രേ മാറ്റർ. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ മസ്തിഷ്കം, സുഷുമ്ന. തലച്ചോറിലും സുഷുമ്നയിലും മൈലിൻ ഉള്ള നാഡീതന്തുക്കൾ ഒന്നിച്ചുകൂടിയ ഭാഗം അറിയപ്പെടുന്നത് വൈറ്റ് മാറ്റർ എന്നാണ്. കോശശരീരവും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശഭാഗങ്ങളും ഒന്നിച്ചു ചേർന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ മസ്തിഷ്കം, സുഷുമ്ന. തലച്ചോറിലും സുഷുമ്നയിലും മൈലിൻ ഉള്ള നാഡീതന്തുക്കൾ ഒന്നിച്ചുകൂടിയ ഭാഗം അറിയപ്പെടുന്നത് വൈറ്റ് മാറ്റർ എന്നാണ്. കോശശരീരവും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശഭാഗങ്ങളും ഒന്നിച്ചു ചേർന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. ക്വസ്റ്റ്യൻ: ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവാര്? ഓപ്ഷൻസ്: എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി കുമാരനാശാൻ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ്റെ കൃതികൾ: സയൻസ് ദശകം, ജാതിഭാരതം, അഹല്യ, വിശ്വവിജ്ഞാനകോശം, പരിവർത്തനം, റാണി സന്ദേശം, ഉജ്ജീവനം. സയൻസ് ദശകം, ജാതിഭാരതം, അഹല്യ, വിശ്വവിജ്ഞാനകോശം, പരിവർത്തനം, റാണി സന്ദേശം, ഉജ്ജീവനം.